നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നട്ടെല്ലിൻ്റെ വളവും മറ്റ് വൈകല്യങ്ങളും ശസ്ത്രക്രിയ കൊണ്ട് എങ്ങനെ നേരെയാക്കാം എന്നതാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VT ജിതിനുണ്ട്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ ഒരു അസുഖത്തെ പറ്റി സംസാരിക്കാം. നട്ടെല്ലിനുണ്ടാകുന്ന വളവും മറ്റ് വൈകല്യങ്ങളും എന്തൊക്കെയാണ്? ഇത് ഏതൊക്കെ തരത്തിലുണ്ട്? നട്ടെല്ലിന്റെ നമ്മൾ അതിന്റെ അനാട്ടമി നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതായത് കശേരുക്കൾ ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഒരു രൂപമാണ് കാണുക. അത് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന് കുറച്ച് വളവുകളൊക്കെ ഉണ്ട്. അതായത് നടുവിന്റെ ഭാഗത്താണെങ്കിൽ പുറകിലോട്ടൊരു വളവുണ്ട്, മുതുകിന്റെ ഭാഗത്താണെങ്കിൽ മുന്നിലോട്ടുണ്ട്, അതിനുശേഷം കഴുത്തിന്റെ ഭാഗത്താണെങ്കിൽ വീണ്ടും പുറകിലോട്ടൊരു വളവുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളിലും നമുക്ക് വളവുകൾ എക്സാജറേറ്റഡ് വരാം. അത് മുമ്പിൽ നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലും മിനിമൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അനുവദനീയമായ രീതിയിൽ കൂടുതൽ വളവുകൾ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും അബ്നോർമൽ എന്ന് പറയാം. മുമ്പിൽ നോക്കുമ്പോൾ ഉള്ള അബ്നോർമൽ വളവിനെ നമ്മൾ സ്കോളിയോസിസ് എന്ന വാക്കുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൈഡിൽ നിന്നാണെങ്കിൽ അത് മുതുകിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ എക്സാജറേറ്റഡ് വളവിനെ നമ്മൾ കൈഫോസ് എന്ന് വിളിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് രോഗികള് ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കിട്ടുക. അത് സ്പെസിഫിക് ആയിട്ട് ഇത് ഒരു തരത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ രണ്ട് രീതിയിൽ മിക്സഡ് ഒരു രീതിയിലുള്ള ഒരു വളവ്, ഒരു വൈരൂപ്യമായിട്ടാണ് സാധാരണ രോഗികൾ പ്രസന്റ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നട്ടെല്ലിന് ക്രമാതീതമായ ഒരു വളവ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം? പ്രധാനമായും 80% രോഗികള് അഡോൾസൻ ഇഡിയോപ്പതി സ്കോളിയോസ് എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ സാങ്കേതികമായിട്ട് നമുക്ക് ഇത് ഇന്നൊരു കാരണം കൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ റീസൺ വരുന്നത് ഡീജനറേഷൻ. അതായത് പ്രായമായ രോഗികളിൽ തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസ് അങ്ങനെയുള്ള അസുഖങ്ങളോട് ചേർന്നിട്ട് ഇതുപോലെ വളവുകൾ വരാം. പിന്നെ മറ്റൊരു കണ്ടീഷൻ വരുന്നത് കൺജനിറ്റലി മാൽഫോർമേറ്റീവ്, അതായത് ജന്മനാ തന്നെ ഒരു കശേരുവിൽ ഉണ്ടാകുന്ന രൂപവ്യത്യാസം. അത് ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് റെക്ടാംഗിളിന് പകരം ഒരു ട്രയാങ്കിൾ ആവും. അങ്ങനെയാണെങ്കിൽ ഒരു സ്പൈൻ പൂർണ്ണമായ ഒരു സൈഡിലോട്ട് ചെരിയാം. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫോം ചെയ്യാത്ത വെർട്ടിബ്രസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെ കൺജനിറ്റൽ വെറൈറ്റി എന്ന് പറയും. ഇതൊന്നും കൂടാതെ തലച്ചോറിനെയോ ഞരമ്പിനെയൊക്കെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളുണ്ട്. സെറിബ്രൽ പാൽസിയോ അല്ലെങ്കിൽ സ്പൈന ബൈഫിഡ, ആർണോൾഡ് ചിയാരി മാൽഫോർമേഷൻ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒന്നിലധികം കുറച്ചധികം കൂടി അസുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിനോടനുബന്ധമായിട്ടും നട്ടെല്ലിലെ അബ്നോർമൽ വളവുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റസുഖവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാമെന്നത്. അപ്പോൾ ആ അസുഖത്തെ പറ്റി ഒന്ന് വിവരിക്കാമോ? മറ്റസുഖം എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ചിയാരി മാൽഫോർമേഷൻസ് അല്ലെങ്കിൽ സ്പൈന ബൈഫിഡ, മസ്കുലർ ഡിസ്ട്രോഫീസ്, അതുപോലെ തന്നെ നട്ടലിന്റെ അകത്തുണ്ടാകുന്ന ട്യൂമേഴ്സ്, നട്ടലിന്റെ പുറത്തുള്ള ഇൻഫെക്ഷൻ, ട്യൂബർക്കുലോസ്, ഇതെല്ലാത്തിലും നമ്മൾക്ക് നട്ടലിന് അബ്നോർമലി വളവുകൾ ഉണ്ടാവും. ഡോക്ടർ, ഇതൊരു പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വരാറുണ്ടോ? ക്ലിയർ ആയില്ല, ചോദ്യം വ്യക്തമായില്ല. നമുക്കിപ്പോൾ ഈ നട്ടലിനുണ്ടാകുന്ന വളവ്, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പാരമ്പര്യമായി വരുന്ന ചില അസുഖങ്ങളോട് അനുബന്ധമായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂറോഫൈബ്രോമൈറ്റിസ്, അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന അസുഖങ്ങളാണ്. പക്ഷെ അതിന്റെ എല്ലാം പ്രൈമറി പ്രശ്നം എന്ന് പറയുന്നത് നട്ടലിന്റെ വളവല്ല. പക്ഷെ അങ്ങനെയുള്ള രോഗികളിൽ ചിലപ്പോൾ അതിനോട് കൂടെ ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഈ സിംറ്റം എല്ലാ രോഗികളിലും, ആ ഫാമിലിയിലെ എല്ലാ രോഗികളിലും കാണണമെന്നില്ല. എന്നിരുന്നാലും അതിനോടനുബന്ധമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് ഈ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇതിന്റെ ഒരു സങ്കീർണതകൾ എന്തൊക്കെയാണ്? പ്രധാനമായും രോഗികള് നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അവരുടെ ഒരു കാഴ്ചയിലുള്ള വൈരൂപ്യം തന്നെയാണ്. അതായത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, 80% രോഗികളും ഇഡിയോപ്പതിക് വെറൈറ്റിയിലുള്ളതാണ്.
AIS എന്ന് പറയും, അഡോൾസെന്റ് ഇഡിയോപ്പതി. അഡോൾസെന്റ് പീരീഡിൽ, അതായത് നമ്മളുടെ ഒരു 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള സമയത്ത് ആണ് മെജോറിറ്റി രോഗികളും പ്രസന്റ് ചെയ്യുന്നത്. അവരുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത് കാഴ്ചയിലുള്ള ഒരു വൈരൂപ്യമായിരിക്കും. അപ്പോൾ യൂഷ്വലി എന്താ, തല ഒരു സൈഡിലോട്ട് ഷിഫ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോൾഡർ രണ്ടും ഒരേ ലെവലിലായിരിക്കത്തില്ല. ഡോക്ടർ കൈയുടെ രണ്ടിന്റെ ലെങ്ത്തിൽ ഒരു ഡിസ്ക്രിപ്പൻസി, ഒരു വ്യത്യാസം പോലെ അവർക്ക് ഫീൽ ചെയ്യാം. ഡോക്ടർ നട്ടലിൽ ഞാനൊന്ന് ഒബ്വിയസ്ലി ഒരു ഇടപെടുകയാണ്. വളവുണ്ടാവും. അപ്പൊ നമ്മളിപ്പം കാഴ്ച ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, ശരി കൊടുങ്ങല്ലൂരിൽ ശരി. നിന്ന് രമയാണ്. രമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ ഹലോ രമ പറയൂ. എനിക്ക് സാർ 15 വർഷമായി എനിക്ക് നട്ടിലിന് ഡിസ്ക് പറ്റിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഹലോ ഒന്നുകൂടി പറയൂ. ഡിസ്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന് അല്ലേ? 15 വർഷമായി. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീണു. ഓക്കെ, ഓഡിയോ അത്ര ക്ലിയർ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആള് ഒരു വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഒരിക്കൽ കൂടി വീണു. വീണു. ഇപ്പോഴെനിക്ക് ഇടതുവശം ഭയങ്കര വേദനയും കഴപ്പും കാലിന് തരിപ്പുമാണ്. ഡോക്ടർ, രമ പറയുന്നത് 15 വർഷമായി സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ പിന്നെയും ഒരു തവണ കൂടി വീണു എന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാലിന് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തരിപ്പ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ അതായത് 15 വർഷം മുമ്പാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ ആണെന്നുള്ളതാണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയൂ? അതായത് രണ്ട് രീതിയിൽ വരാം. ഡിസ്കിന്റെ ഓപ്പറേഷൻ, ഡിസ്ക് എടുത്തു മാറ്റുന്ന സർജറി മാത്രമുണ്ട്. അതായത് സൈഡിലുള്ള കശേരുക്കൾ ഫിക്സ് ചെയ്യാതെ ഡിസ്ക് മാത്രം എടുത്ത് മാറ്റുന്നതാണ്. രണ്ടാമത് വീണിട്ട് വീണ്ടും സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മസിൽസിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്നുള്ളത് രോഗിയെ പരിശോധിക്കേണ്ടി വരും. അതിനുശേഷം അങ്ങനെ വീക്ക്നെസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പുതിയ MRI എടുത്ത് നോക്കണം. അതിനുശേഷം നമുക്ക് അതിന്റെ ചികിത്സ തീരുമാനിക്കാൻ പറ്റും. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് രമ കരുതുന്നു. ഒരു കാര്യം ചെയ്യാം, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണുക. എന്തെങ്കിലും ന്യൂറോ സർജിക്കൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിട്ട് ന്യൂറോ സർജറി ഒപ്പിലോട്ട് വരും. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ ഒരു നട്ടലിനുണ്ടാവുന്ന വളവ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതായിരുന്നു ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് നമ്മൾ അതിന്റെ വൈരൂപ്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ട് രോഗികൾ വരുന്നത് അതാണ്. രണ്ടാമത്തെ പ്രശ്നം, പേഷ്യൻസിന് എപ്പോഴും പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും. കാരണം ഇവരുടെ ബോഡി ഒരു സൈഡിലേക്ക് വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവർ ഇന്റൻഷ്യലി അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് വിടുകയും അതിന്റെ കറസ്പോണ്ടിങ് മസിൽസിലേക്ക് ഒരു ബോഡി പെയിൻ വരികയും ചെയ്യാറുണ്ട്. മൂന്നാമത്തെ വലിയൊരു പ്രശ്നം, ഇപ്പൊ മുതുകിന്റെ ഭാഗത്താണ് ഈ വളവ് ഉള്ളതെങ്കിൽ അതിന്റെ ഒരു സൈഡിലെ ലങ് വളരെ ശോഷിച്ചിരിക്കും, മറ്റേ സൈഡിൽ കോൺകേവ് സൈഡിലെ ലങ്ങിന്റെ വളർച്ച, അതിന്റെ എക്സ്പാൻഷൻ ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭാവിയിൽ എല്ലാവർക്കും അല്ല, ഒരു ഭാഗം രോഗികൾക്ക് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ്, അതായത് ലങ് വേണ്ട രീതിയിൽ വികസിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് വരാം, വീനസ് റിട്ടേൺ പ്രോപ്പർ ആവാത്തതുകൊണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് 1-2 രോഗികളിൽ, ചികിത്സിക്കാത്ത രോഗികളിൽ ഈ നട്ടൽ വല്ലാതെ വളഞ്ഞു പോയിട്ട് ഒരു സൈഡിൽ ബലക്കുറവ്, ചിലപ്പോൾ പൂർണ്ണമായിട്ടും കാല് താഴോട്ട് തളർന്നു പോകുന്ന അവസ്ഥ, അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആൾക്കുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. എസ്പെഷ്യലി ടീനേജേഴ്സിന്, അവര് രോഗികളെന്നല്ല, കുട്ടികളെന്ന് വേണം വിളിക്കാൻ. ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു ഇമ്പാക്ട് അത് വളരെ കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ഇഫക്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ആകെയുള്ള ഒരു പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിലോ അല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടലിലെല്ലാം അത് ബാധിക്കും. ഡോക്ടർ, ഇപ്പോൾ നട്ടലിന്റെ ഈ ഒരു വളവിനും മറ്റ് വൈകല്യങ്ങൾക്കുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായും ശരിയാക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം നല്ല ചികിത്സയുണ്ട്. ചികിത്സ എന്ന് പറയുന്നത് എല്ലാ കേസുകളും സർജറി അല്ല ചികിത്സ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആളുടെ പ്രസന്റ് ചെയ്യുന്ന ഏജ്, എന്തുകൊണ്ട് ഈ അസുഖം വന്നു, അല്ലെങ്കിൽ ഈ കർവ് എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതായത് ഇതിന്റെ ഒരു വളവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രി എത്ര കൂടുതലാണ്, അതനുസരിച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്.
അതായത് പ്രധാനമായും 4 വെറൈറ്റി സ്കോളിയോസിസ് ആണ് ഉള്ളത്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വരുന്നത്, 3 മുതൽ 10 വരെ വരുന്നത്, 10 മുതൽ 18 വരെ, 18ന് ശേഷം അഡൽട്ട് ടൈപ്പ്. അതിനകത്ത് ആദ്യത്തെ 2 വെറൈറ്റി, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന സ്കോളിയോസ് കഴിയുന്നതും നമ്മൾ സർജറി ഒഴിവാക്കിയാണ് മുന്നോട്ട് പോവുക. വളരെ അപൂർവം കേസുകളിൽ മാത്രം നമുക്ക് അങ്ങനെ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക് വീക്ക്നെസ്, താഴെ ബലക്കുറവ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ആ കർവ് പ്രോഗ്രസ് ചെയ്യുക. നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്റേ എടുക്കുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുക, മന്ത്ലി അത് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് മന്ത്ലി 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ഒരു ഡിഗ്രി കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ആദ്യത്തെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാത്ത കേസുകളെല്ലാം നമ്മൾ ഫോളോ അപ്പിൽ വെച്ചിട്ട് ഒരു 10 വയസ്സിന് ശേഷം, അതായത് അവര് പ്രായപൂർത്തിയാവുന്ന ഒരു സമയമുണ്ടല്ലോ, പ്യൂബർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതലും ബോൺ പ്യൂബർട്ടി അല്ലെങ്കിൽ ബോൺ ഏജ് ആണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സർജറി വേണം അതിന്, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിയോതെറാപ്പി വരും, ബ്രേസുകൾ, അതായത് ഇടുന്ന ബെൽറ്റുകൾ വരും. അപ്പൊ ബെൽറ്റുകൾക്ക് അതെല്ലാം ഫിസിയോതെറാപ്പി ഡിവിഷനാണ് അതെല്ലാം ചെയ്യുന്നത്. അത് ബെൽറ്റുകൾ എത്ര സമയം ഇടണം, എങ്ങനെയാണ് അത് പരിപാലിക്കുക, അത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മുറിവുകൾ എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുനടക്കണം. സത്യത്തിൽ സർജറി ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ സർജറി ചെയ്ത ചികിത്സാ രീതികൾ കൊണ്ട് ചെയ്യാൻ. കാരണം അത് പേഷ്യൻസിനെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരുടെ മാതാപിതാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി കൂടുതലുള്ള വളവുകൾ 10 വയസ്സിന് മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് പ്രസന്നയാണ്. പ്രസന്ന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ ഹലോ പ്രസന്ന, ചോദിച്ചോളൂ. ഹലോ എനിക്ക് കാലിന്റെ മുകളിൽ ഏണിന് വേദന വന്നതാണ്. അതിനുശേഷം നഷ്ടം തീരെ വയ്യാതെ വന്നപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നട്ടെല്ലിന് വളവാണെന്നാ പറഞ്ഞ്. ശരിക്കും ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ട് നല്ല വളവാണ്. അപ്പം ബെൽറ്റിനെ കുറിച്ച് വന്നിട്ട് 1 മാസത്തോളം ബെൽറ്റ് ഞാൻ ഇട്ട്, പക്ഷെ 2 മുട്ടിനും തേയ്മാനമാണ്. ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ, പ്രസന്ന പറഞ്ഞത് കാലിൻ്റെ ഒരു മുട്ടുവേദനയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം ഡോക്ടറെ കാണിച്ചത്. തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് നട്ടെല്ലിനും ചെറിയൊരു വളവുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും ആ വേദന ഉണ്ട് എന്നതാണ്. തുടർച്ചയായ വേദന അതിനുശേഷം ഉണ്ടെങ്കിൽ, അതായത് നട്ടലില് ഞാൻ മനസ്സിലാക്കുന്നത് ആള് കുറച്ച് പ്രായമുള്ള ആളാണ്, അതായത് ഒരു 40-50 എബോ ഉള്ള ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഡീജനറേറ്റീവ് വെറൈറ്റി ഓഫ് സ്കോളിയോസിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ഇനീഷ്യൽ കൺസർവേറ്റീവ് ലൈനാണ് അവിടെയുള്ള ഡോക്ടർ ട്രൈ ചെയ്തത്. അതായത് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ബെൽറ്റ് എല്ലാം കൊടുത്തു ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷവും ആൾക്ക് നടുവിന് വേദനയോ കാലുകളിലേക്ക് തരിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു MRI എടുത്ത് നോക്കുന്നതാണ് നല്ലത്. MRIയിൽ അതിന്റെ കംപ്രഷൻ ഉണ്ടെങ്കിൽ, അത് ഡീജനറേറ്റീവ് കമ്പോണന്റ് വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളും കൂടി പരിശോധിച്ചതിന് ശേഷം നമ്മൾ സർജറിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഇപ്പോൾ ചികിത്സയെ പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ശസ്ത്രക്രിയ രീതികളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചികിത്സ കാലാവധി എത്ര നാളായിരിക്കും? ശസ്ത്രക്രിയക്ക് ശേഷം എപ്പോഴാണ് സാധാരണ ജീവിതത്തിലേക്ക്? അതെല്ലാം നമ്മൾ ഏത് രീതിയിലുള്ള ശസ്ത്രക്രിയ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. യൂഷ്വലി നമ്മൾ ശസ്ത്രക്രിയ വേണമെന്ന് തീരുമാനിക്കുന്ന രോഗികളിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സർജറി, അതായത് നട്ടെല്ല് തുറന്നിട്ടുള്ള സർജറി തന്നെയാണ് ഇപ്പൊ കൂടുതലും കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. അതിന്റെ എൻഡോസ്കോപ്പിക് വേർഷൻ, അതായത് മിനിമൽ താക്കോൽദാര ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ ഇവോൾവിംഗ് സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ രോഗികളും ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നത്. ഓപ്പൺ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നട്ടലിന്റെ പുറകിൽ നമ്മൾ മുതുകിൽ മുറിവെല്ലാം ഉണ്ടാക്കിയിട്ട് ഓരോ വെർട്ടിബ്രയിലും
നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് സ്ക്രൂസ് ഇട്ടിട്ട് സ്ക്രൂ എല്ലാം ഇംപ്ലാന്റ് ഇട്ട് അത് ഒരു റോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഈ വളവ് നിവർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ യൂഷ്വലി നമ്മൾ ആദ്യത്തെ ഒരു 1-2 ദിവസം ശസ്ത്രക്രിയയുടെ അതിന്റെ ഒരു ഇതനുസരിച്ച്, അതായത് വലിയ സമയം എടുക്കുന്ന പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് ലോസ് ഉള്ള ഒരു പേഷ്യന്റ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രോപ്പ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡേ ഒക്കെ ആയിരിക്കും മിക്കവാറും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിന്റെ ഒരു പകുതിയോടുകൂടി തന്നെ ആളെ എഴുന്നേപ്പിച്ച് ഇരുത്തും. ഫസ്റ്റ് വീക്കിന്റെ ഉള്ളിൽ തന്നെ ആളെ നടത്തും. അതായത് കുറച്ച് ട്യൂബ്സ് എല്ലാം ഉണ്ടാവും, എന്നിരുന്നാലും ആളെ എഴുന്നേപ്പിച്ച് നടത്തും. നമ്മളൊരു സെക്കൻഡ് വീക്കിലൊക്കെ ആളെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. എന്നിരുന്നാലും ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഫിക്സേഷൻ ആണ്. അപ്പൊ അതിന്റെ ഫ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 12 ആഴ്ചയെങ്കിലും സാധാരണ എടുക്കാറുണ്ട്. അപ്പൊ ഇനി ആദ്യത്തെ 12 ആഴ്ച തീർച്ചയായും ഭാരം ഉള്ള ജോലികളിൽ നിന്ന് ആള് വിട്ടു നിൽക്കേണ്ടതാണ്. അതിനുശേഷം 12 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് 3 മാസങ്ങൾ കഴിഞ്ഞിട്ട് ആള് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. നോർമൽ ലൈഫ് എന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങൾ, ഇപ്പം വെയിറ്റ് എടുത്ത് ചെറിയ രീതിയിൽ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ നല്ലപോലെ കുനിയേണ്ട അത് വരിക, അതൊക്കെ ചെയ്യുന്നത് 12 ആഴ്ചക്ക് ശേഷമായിരിക്കും. അതിനുശേഷം ഒരു 6 months നമ്മൾ അടുത്ത എക്സ്റേ എടുത്തിട്ട് നമ്മുടെ ഇംപ്ലാന്റ് വെച്ചതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം 1 year കഴിഞ്ഞിട്ട് ഒരു എക്സ്റേ യൂഷ്വലി റിപ്പീറ്റ് ചെയ്യും. അതിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ആൾക്ക് യൂഷ്വലി പ്രശ്നങ്ങൾ വരാറില്ല. വളരെ അപൂർവമായിട്ട് പിന്നെ ലേറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ വരാറുള്ളൂ. അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ 1 year വരെയാണ് യൂഷ്വലി ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യാറ്. നട്ടിലിലെ വളവും മറ്റ് വൈകല്യങ്ങളുമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ നമ്മോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് സരോജിനി ചേരുന്നുണ്ട്. സരോജിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. സരോജിനി, ടി-വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, എനിക്ക് കുറെ കാര്യം ഒരു 3-4 വർഷമൊക്കെ ഉണ്ട് ഈ നട്ടലുമ്മക്കോടെയുള്ള വേദന വന്നിട്ട് ഈ വലത്തെ സൈഡിലേക്ക് വരും. അപ്പൊ ടി-വിയിൽ ശ്രദ്ധിക്കണില്ല. ചോദിച്ചോളൂ. അപ്പൊ അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം നമ്മൾ നിന്നിട്ട് പാത്രം മോറാനൊക്കെ സിങ്കില് നിന്നു, അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു അമ്പലത്തിൽ പോയി നിന്നാലും കുറച്ചു നേരം ഇവിടെ ഒരു 10 മിനിറ്റ് കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. 10 മിനിറ്റ് ഡോക്ടർ സരോജിനി പറയുന്നത് ഒരു 10 മിനിറ്റിലധികം സമയം നിൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്, നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന രീതിക്കാണ്. കാലുകളിലേക്കാണോ തരിപ്പ് വരുന്നതെന്നാണോ പറഞ്ഞത്? കാലുകളിലേക്കും മറ്റ് നട്ടലിന്റെ ഭാഗത്തേക്കും. നട്ടലിന്റെ അവിടെ മാത്രമാണ് വേദന വരുന്നത്. കാലുകളിലേക്ക് എന്തെങ്കിലും റേഡിയേഷൻ വരുന്നതായിട്ട് പറഞ്ഞായിരുന്നു? അങ്ങനെയല്ല, നട്ടലിന്റെ ഭാഗത്ത് ഒരു 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുമ്പോൾ വേദന ഉണ്ടാവുന്നു എന്നതാണ്. ശരി. അത് നട്ടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വേദനയാണെന്നുണ്ടെങ്കിൽ അത് ഡീജനറേറ്റീവ് പാർട്ട് ആവണമെന്നില്ല. അത് ജന്മനായിട്ടുള്ള പാസ്റ്റ് ഡിഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അതിന്റെ എക്സ്റേ എന്തെങ്കിലും ആളെടുത്ത് നോക്കിയതായിട്ട് പറഞ്ഞോ? ഇല്ല ഡോക്ടർ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു. കേൾക്കാവോ ഡോക്ടർ? ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് ശസ്ത്രക്രിയയും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യമാണ് ഇതിനുണ്ടാവുന്ന ചെലവ് എത്രത്തോളമാണ് എന്നത്. ശരി, ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അവിടുത്തെ കാര്യങ്ങളാണ് എനിക്ക് അറിയാവുന്നത്. നമ്മുടെ 5 ടെറിഷറി കെയർ സെന്റർ, ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ 5 മെഡിക്കൽ കോളേജസ്, ഇവിടെ എല്ലായിടത്തും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ യൂഷ്വലി അതിന്റെ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ തിരിക്കാം. അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരും അത് ഓരോ സ്കീം അനുസരിച്ചാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള രോഗികളെ നമുക്ക് RBSK ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഇനി ഇതിന്റെ ഇവാലുവേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതായത് ഇംപ്ലാന്റ് സ്ക്രൂസ്, അത് വാങ്ങിക്കാനും വേണ്ടി ഒരു രീതിയിലുള്ള ചെലവും
വരില്ല. നമുക്ക് ഈ സ്കീം വെച്ചുകൊണ്ട് അവരുടെ എല്ലാ ചെലവുകളും അതിൽ കവർ ചെയ്യാൻ പറ്റും. 18 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് അവർക്ക് കേരളത്തിൽ പ്രോപ്പർ ID പ്രൂഫ് ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ BPL ലിസ്റ്റിലോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് താഴെയാണെന്നുണ്ടെങ്കിൽ അവരെയും ഏതെങ്കിലും ഒരു സ്കീം, അതിൽ RSBYയോ അല്ലെങ്കിൽ PGMB അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യ സ്കീമിലോ എവിടെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് അവർക്കും പൂർണ്ണമായിട്ടും ഇതിനുള്ള ചിലവ് ഗവൺമെന്റ് വഹിക്കുന്നതാണ്. വളരെ അപൂർവമായിട്ടാണ് ബുദ്ധിമുട്ടുകൾ വരാറ്. എന്നിരുന്നാൽ പോലും ഒരു സ്പെഷ്യൽ IAS വാങ്ങി മിക്കവാറും എല്ലാ രോഗികളെയും നമുക്ക് ഫ്രീ ആയി തന്നെ ചികിത്സിക്കാൻ കഴിയും. ഇതുവരെ പ്രാക്ടിക്കലി ഒരു രോഗി പോലും പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ മറ്റ് സർക്കാർ ആശുപത്രികളിലും ഒക്കെ ഈ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൽക്കാലം നമ്മളുടെ 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, അത് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂര്, കോഴിക്കോട്, പിന്നെ ആലപ്പുഴ, അത് എല്ലായിടത്തും ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതായത് ഇപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ന്യൂറോ സർജറിയിലും ഓർത്തോ വിഭാഗത്തിലും ഇതിന്റെ ചികിത്സയുണ്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ ഓർത്തോയിലും മാത്രമാണ്. കോട്ടയത്ത് ന്യൂറോ സർജറിയിലാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ മിക്കവാറും ഈ 5 മെഡിക്കൽ കോളേജിലെല്ലാം ശസ്ത്രക്രിയ ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമോ? ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമെന്നത്. അപ്പോൾ ഈ ഒരു സർജറിക്ക് ശേഷം ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മെഡിസിൻ തുടരേണ്ട സാഹചര്യമോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? അത് യൂഷ്വലി അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല. നമ്മൾ സർജറി എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു ഫാക്ടർ ആയിട്ടുള്ളത്. അതായത് 10 വയസ്സിന് മുമ്പ് ചെയ്യുന്ന രോഗികളിലാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇംപ്ലാന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭാവിയിൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഇംപ്ലാന്റ് നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യുകയൊക്കെ ചെറിയ കുട്ടികളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂഷ്വലി നമ്മൾ കഴിയുന്നതും ഈ അഡോളസന്റ് പീരീഡിൽ ചെയ്യുന്ന രോഗികൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷെ 1-2 കേസുകൾ തിയററ്റിക്കൽ പോസിബിലിറ്റി, അതായത് 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലും അഡ്ജസന്റ് സെഗ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്തതിന്റെ മുകളിൽ ചിലപ്പോൾ തേയ്മാനം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇംപ്ലാന്റ് ഫെയിലിയർ യൂഷ്വലി വരാറില്ല. വളരെ കുറഞ്ഞ ശതമാനം രോഗികളിലാണ് ഒരു 1 year 2 year കഴിഞ്ഞിട്ടുള്ള ഇംപ്ലാന്റ് ഫെയിലിയർ കണ്ടിട്ടുള്ളത്. പിന്നെ പല രോഗികളുടെയും കംപ്ലൈന്റ് എന്ന് പറയുന്നത് അവർക്കൊരു ലിമിറ്റഡ് സ്പൈനൽ മൊബിലിറ്റി, അതായത് പഴയ പോലെ തിരിയലും കുനിയലും ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. അതായത് അവരുടെ സ്പൈനൽ കോഡ് നമ്മൾ കൂടുതൽ വളവ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ടെക്നിക്കാണ് ഈ പറഞ്ഞ ആർത്തോഡസ്, അതായത് സ്പൈനലിന്റെ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യാനുള്ള സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാ രോഗികൾക്കും മെജോറിറ്റി ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ അത് അവരുടെ ഡേ ടു ഡേ ലൈഫിന്, നോർമൽ ലൈഫിന് അത് കാര്യമായിട്ട് അത് അങ്ങനെ ബാധിക്കാറില്ല. വളരെ ലേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കുറവ് തന്നെയാണ്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഹരിദാസനാണ് തൃശ്ശൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എന്റെ പേര് ഹരിദാസ്, 64 വയസ്സായി. അങ്ങനെ ഞാനിപ്പോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് കുറച്ചു കാലം ഈ കാലിലേക്ക് നടക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥ എനിക്ക് വന്നു. പിന്നെ കുറെ ആയുർവേദം ചെയ്ത് രക്ഷയില്ലാണ്ടായപ്പോ ഞാൻ അവസാനം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആള് പറഞ്ഞൊരു MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്ത് നോക്കിയപ്പോ അതിന് കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോ വായിക്കാം സാറേ. ഹലോ സാർ, MRI report diffuse disc bulge with right paracentral and left foraminal protrusion of L5-S1. Disc compressing the thecal sac and narrowing neural foramina on both sides. അതായത് L5-S1. ഓക്കെ, അതിനകത്തൊരു പത്തോളജി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. L5-S1 ലെവലില് സ്പൈനൽ കോഡിന്റെ ഏറ്റവും വെർട്ടിബ്രൽ കോളത്തിന്റെ ഏറ്റവും താഴത്തെ ലെവലില് ഒരു ഡിസ്ക് ബൾജ് ചെയ്ത് ഒരു റൂട്ടിനെ കംപ്രസ് ചെയ്യിക്കുന്നതാണ് അവർ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇത് യൂഷ്വലി അവർ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കിതിന് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്.
പക്ഷെ ഒരു രോഗിയെ നമുക്കിങ്ങനെ ദൂരെ ഇരുന്ന് ചികിത്സിക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഒ പിയിൽ വരിക. നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ വരികയെങ്കിൽ വരുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ ആദ്യം ക്ലിനിക്കലി ആളെ നോക്കി വിലക്കുറവ് കറസ്പോണ്ടിങ് നെർ റൂട്ട്, അത് ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന പറയുന്ന നെർ റൂട്ടിലാണ് നിങ്ങളുടെ ബാക്കി സിംറ്റംസ് ഒന്നും ഉണ്ടെങ്കിൽ MRIയുടെ പടം കൂടി നോക്കിയാലേ നമുക്കത് സർജിക്കലി അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ, സർജിക്കലി മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായും അതൊരു ഡയറക്റ്റ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചാലും മതി. അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു പോസ്റ്റീരിയർ പ്രൊട്രൂഷൻ ഓഫ് T6-T7 ഡിസ്ക് കംപ്രസിംഗ് ദ സെർവിക്കൽ കോഡ് കോസിംഗ് ഫോക്കൽ മൈലോമലേഷ്യ. ഓക്കെ. അപ്പൊ അത് കഴുത്തിന്റെ ഭാഗത്തും ഇത് സിമിലർ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ കയ്യിലും അതിന്റെ സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അപ്പൊ നമ്മൾ സർജറി തീരുമാനിക്കാനായിട്ട്. കഴുത്തിലാണ് കംപ്രഷൻ കൂടുതലെന്ന് MRI നോക്കിയിട്ട് തോന്നുകയാണെങ്കിൽ ആദ്യം നമുക്ക് മുകളിൽ സർജറി ചെയ്യേണ്ടി വരും. അതിനുശേഷമുള്ള അസസ്മെന്റിലാണ് ബാക്കി നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സാറേ, ഞങ്ങൾ ഒ പിയിൽ വന്നാൽ കാണാൻ പറ്റുമല്ലോ അല്ലേ? ഹലോ ഹലോ കേൾക്കാം. ഡോക്ടർ, അവർ ചോദിച്ചത് ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന രീതിക്കാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ന്യൂറോ സർജറി OP ഉണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശസ്ത്രക്രിയയെ പറ്റി. അപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഭാരമുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനീഷ്യലി, അതായത് മൊബിലൈസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡേ തേർഡ് ഡേ മൊബിലൈസ് ചെയ്യും. നമ്മളുടെ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹമായിരിക്കും അതെല്ലാം ചെയ്യുന്നത്. മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേഷ്യന്റിനെ ഇനീഷ്യൽ നടത്തുമെന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ ആഴ്ചയോട് ചെറുതന്നെ നടത്തും. ആ സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് വളരെ കാലമായിട്ട് വളഞ്ഞിരിക്കുന്ന സ്പൈനാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഫിക്സ് ചെയ്യുമ്പോൾ പല മസിൽസും അല്ലെങ്കിൽ അയാളുടെ ഷോൾഡർ എല്ലാം 100% ആ സമയത്ത് ക്ലിയർ ആവണമെന്നില്ല. അതായത് 100% കറക്റ്റഡ് ആവണമെന്നില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒന്ന് രണ്ട് ഫിസിയോതെറാപ്പി ടെക്നിക്സ് പേഷ്യന്റ് അഡ്വൈസ് ചെയ്യും. ഇപ്പൊ മിറർ വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്ക്, ഒരു സാങ്കേതിക ടേംസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ട്. അതനുസരിച്ച് പേഷ്യന്റ് തന്നെ അവരുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എല്ലാ പേഷ്യന്റും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതനുസരിച്ച് അവര് വീട്ടിൽ പോയിട്ട് അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും എടുക്കാതെ ഇങ്ങനെയുള്ള ഫിസിയോതെറാപ്പി ടെക്നിക്സ് ഫോളോ ചെയ്യുക. അതിനുശേഷം അവർ 2 വീക്സ് കഴിഞ്ഞ് തിരിച്ച് OP യിൽ വരുമ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. അതായത് ഇനീഷ്യൽ മൊബിലൈസേഷൻ കൊണ്ട് എന്തെങ്കിലും ഇംപ്ലാന്റ്സിൽ എന്തെങ്കിലും മൂവ്മെന്റ് വന്നിട്ടുണ്ടോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ആ സമയത്ത് ചില രോഗികൾക്ക് നമ്മൾ ബെൽറ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ബെൽറ്റ് കൃത്യമായും രോഗികൾ ധരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബോൺ ഫ്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് നമ്മൾ കൊടുക്കും. അത് മിക്കവാറും കാൽസ്യം വൈറ്റമിൻ സപ്ലിമെന്റേഷൻസ് ഒക്കെ ആയിരിക്കും. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നട്ടിലിന്റെ വളവും മറ്റ് വൈകല്യങ്ങളും ശസ്ത്രക്രിയ കൊണ്ട് എങ്ങനെ നേരെയാക്കാം എന്നതാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മോടൊപ്പം ചേർന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VT ജിതിനാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.